ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് പുതിനയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു തൊക്കാണ്. കറിവേപ്പിലയുടെയും പുതിനയുടെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പറഞ്ഞറിയേണ്ടതില്ല. ഡൈജഷനും അതുപോലെ തന്നെ കറിവേപ്പില കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഈ പുതിന കറിവേപ്പില തൊക്കുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ചുവട് കട്ടിയുള്ള കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നല്ലെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പുതിന ചേർത്ത് കൊടുക്കണം. പുതിന ഇതേപോലെ കപ്പിൽ അളന്നെടുത്ത് പറയുന്നുണ്ട്, അളവും പറയുന്നുണ്ട്, വെയിറ്റും പറയുന്നുണ്ട്. കപ്പിൽ നന്നായിട്ട് അമർത്തി അളന്നത് 3 കപ്പ് പുതിനയാണ്. അതിൻ്റെ വെയിറ്റ് പറയുന്നെങ്കിൽ 60 ഗ്രാം ഉണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് കറിവേപ്പില, അത് അമർത്തിയതല്ല, വെറുതെ എടുത്ത് വെച്ചതാണ്. അതും ഒരു 15 ഗ്രാം ഉണ്ട് വെയിറ്റ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. രണ്ടും നന്നായി കഴുകി വെള്ളം തോർത്തിയതാണ്. നമുക്കൊരു 30 സെക്കൻഡ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇലകൾ കരിഞ്ഞു പോകാതിരിക്കാനാണത്. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതിൻ്റെ കൂടെ പുളി ചേർക്കാനുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 12 ഗ്രാം ഉണ്ട്. അതും കൂടെ നമുക്ക് പകുതി വഴണ്ട് വന്ന ഇലകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വഴണ്ട് കിട്ടും. ഇത് നല്ലെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ്. അതുകൊണ്ടാണ് നല്ലെണ്ണ ചേർത്തിരിക്കുന്നത്. വയറിനും നല്ലതാണ്. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ. പുതിനയും കറിവേപ്പിലയും പുളിയും കൂടി ചേർത്തിട്ട് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചൂട് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂട് തണുക്കാനായിട്ട് മാറ്റി വെച്ച ഇലകളൊക്കെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂട്ടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വരാം. ഞാൻ കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പിന്നെ ചേർത്താൽ മതി. പൊടികളൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ മുഴുവനായിട്ടുള്ള ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായി പൊട്ടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. മുഴുവനെ തന്നെ നമുക്കത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്ത് പൊടികൾ ചേർക്കണം. വെളുത്തുള്ളി കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്, നിറം മാറിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത്. എന്നിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. വലിയ എരിവില്ല, ഒന്ന് നല്ല കളറുള്ളതാനും, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എണ്ണയിൽ. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഈ തൊക്കിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 6 ഗ്രാം ഉണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടികളെല്ലാം കൂടി എണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് എടുത്ത പുതിനയും കറിവേപ്പിലയും പുളിയും കൂടി അരച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ മതി, ഹൈ ആക്കണ്ട. ഈ മസാലപ്പൊടികളും ഈ നമ്മൾ അരച്ചെടുത്ത മിക്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ഈ അളവുകൾ തന്നെ എടുത്ത് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ, തൊക്കുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എണ്ണ മുകളിൽ തെളിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളം പുറത്ത് വെച്ചിരുന്നാലും കേടുണ്ടാവില്ല. നന്നായിട്ട് ഇളക്കി വെച്ചു നമ്മൾ. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഒരു 5 മിനിറ്റ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതാ ചെറുതായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
എന്നാൽ മുഴുവൻ ആ തൊക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടില്ല. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ വീണ്ടും അടച്ചു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ തൊക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കാണിച്ചു തരാം. കണ്ടോ, നല്ല ആ കിട്ടേണ്ട കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ ടേസ്റ്റി കറിവേപ്പില പുതിന തൊക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലെ നല്ലൊരു ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.